ഇപ്പം റീസെൻ്റ് ആയിട്ട് ഓസ്ട്രേലിയയിൽ കുറച്ച് പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് PR-നെ എത്രത്തോളമാണ് ബാധിക്കുന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? പ്രൊട്ടസ്റ്റും ആക്ച്വലി ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റായിട്ടും യാതൊരു ബന്ധവുമില്ല. അതൊരു ഇൻഡിപെൻഡൻറ്റ് പ്രൊട്ടസ്റ്റാണ് നടക്കുന്നത്. ബന്ധമില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസെൻ്റ് ആയിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അവർ സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് വിസാസ് അല്ലെങ്കിൽ സ്കിൽഡ് മൈഗ്രൻസിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 1,85,000 ക്വാർട്ടേഴ്സ് അവർ പബ്ലിഷ് ചെയ്തു. അതിൽ തന്നെ ഒരു ഇൻവിറ്റേഷൻ റൗണ്ട്, ഇൻഡിപെൻഡൻറ്റ് വിസയുടെ ഒരു ഇൻവിറ്റേഷൻ റൗണ്ട് കഴിയുകയും ചെയ്തു. സ്റ്റേറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഓപ്പണിംഗ് സ്റ്റെപ്പിലാണ് ഇരിക്കുന്നത്. വൺ സ്റ്റേറ്റ് ഓപ്പൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പ്രൊട്ടസ്റ്റും അല്ലെങ്കിൽ ഈ ഒരു ആക്ച്വലി ഗവൺമെൻറ് തമ്മിൽ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. PR-നെ അത് ഒട്ടും തന്നെ എഫക്റ്റ് ചെയ്യാനും പോകുന്നില്ല. ഇപ്പം നമ്മളിപ്പം സെയിം ഒക്യുപ്പേഷനിലുള്ള രണ്ടുപേരുടെ ഫയൽസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരാൾക്ക് മേ ബി ഹയർ പോയിന്റും ഒരാൾക്ക് ലോവർ പോയിന്റ് ആയിരിക്കാം. അപ്പം നമുക്ക് ഈ ലോവർ പോയിന്റുള്ള ഒരാൾക്കാണ് ഇപ്പം എന്താണ് ഇൻവിറ്റേഷൻ കിട്ടുന്നത്. അപ്പം അതെന്തുകൊണ്ടാണ്? അപ്പം ഹയർ പോയിന്റുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? ആതിര, അതിന് കുറേ റീസൺസ് ഉണ്ട്. ആക്ച്വലി അത് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ മേജർ റീസൺ എന്ന് പറയുന്നത് ഡിമാൻഡ് ലിസ്റ്റ് എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ ട്രേഡ് റിലേറ്റഡ് ഓക്യുപ്പേഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ അത് ഹൈ ഡിമാൻഡാണ്. ഈവൻ കഴിഞ്ഞ ഇൻവിറ്റേഷൻ റൗണ്ട്സ് നമ്മൾ നോക്കിയാൽ പോലും ഈവൻ 65 ഉള്ള ഒരു കാർപ്പൻറ്ററോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ഇലക്ട്രീഷ്യൻ 70 പോയിൻറ്റ്സിനൊക്കെ ഇൻവിറ്റേഷൻസ് കിട്ടിയിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സ്കിൽ ഡിമാൻഡ് ആണെങ്കിൽ ഹയർ പോയിൻറ്റ്സ് അല്ലാത്ത നമുക്ക് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. വൺ തിങ്. പിന്നെ വേറെ നമ്മളിപ്പോൾ സെയിം ഒക്യുപ്പേഷൻ വെച്ചിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ 2 കാർപ്പൻറ്റേഴ്സ് അല്ലെങ്കിൽ 2 ഇപ്പോൾ ഒരു നഴ്സസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അയാളുടെ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യും നമ്മൾ. ഈവൻ സെയിം പോയിൻ്റ് ആണെങ്കിലും അയാൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ കൗണ്ട് ചെയ്യുന്ന വേറൊരു കാര്യമാണ് അയാളുടെ പാർട്ട്ണറുള്ള ഒരാളാണെങ്കിൽ പാർട്ട്ണർ സ്കിൽഡ് ആണ് അല്ലെങ്കിൽ പാർട്ട്ണറിന് ഇംഗ്ലീഷ് ഉണ്ട്. ഈ 2 ഫാക്ടറിന് നമുക്ക് പോയിൻറ്റ്സ് പൊതുവെ കിട്ടുന്ന 2 കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളാണെങ്കിൽ അതൊരു മാറ്ററാണ്. അതേപോലെ തന്നെ അയാൾ എത്രത്തോളം ഇംഗ്ലീഷ് പ്രൊഫഷൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 നഴ്സസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു നഴ്സിന് ജസ്റ്റ് ഒരു കോമ്പിറ്റൻസ് സ്കോർ ഉള്ളൂ, പക്ഷേ മറ്റാൾക്ക് പ്രൊഫഷൻ സ്കോർ അല്ലെങ്കിൽ സുപ്പീരിയർ സ്കോർസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മാറ്ററാണ് ആക്ച്വലി നമ്മളുടെ വിസയിൽ നമുക്ക് കിട്ടാനായിട്ടുള്ളൊരു ഫാക്ടർ. അതേപോലെ തന്നെയാണ് നമ്മളിപ്പം വേറെ ഒക്യുപ്പേഷൻസാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഹയർ പോയിൻറ്റ്സ് ഉള്ള ഡിമാൻഡ് ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ ലോവർ പോയിൻറ്റ്സ് ഉള്ള ഡിമാൻഡ് ലിസ്റ്റിലുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് വിസ കിട്ടിയേക്കാം. അപ്പോൾ ഈ ലോവർ കാറ്റഗറിയിലാണെങ്കിൽ പോലും നമുക്ക് സ്കില്ലായിട്ടുള്ള ജോബ്സ് ഡിമാൻഡഡ് ആണ് ഓസ്ട്രേലിയയിൽ അല്ലേ? കറൻ്റ്ലി സ്കിൽഡ് ഡിമാൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ മേജറായിട്ട് വരുന്ന കൺസ്ട്രക്ഷൻ ഫീൽഡ്സിൽ വരുന്ന ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ സിവിൽ എഞ്ചിനീയേഴ്സ് പോലെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മാനേജേഴ്സ് അങ്ങനെയുള്ളവർ. പിന്നെ അതേപോലെ തന്നെ ഹെൽത്ത് എപ്പോഴും മേജർ ലിസ്റ്റിൽ വരുന്ന കാര്യം. അതേപോലെ തന്നെ ട്രേഡ് റിലേറ്റഡ് ഓക്യുപ്പേഷൻസും വരുന്നുണ്ട്. ബിക്കോസ് ഓസ്ട്രേലിയ എലാബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ മൈഗ്രൻസ് കൊണ്ടിട്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് കൂടുതലും ഈ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് പോകുന്നത്. അതേപോലെ തന്നെയാണ് ഈ ടീച്ചേഴ്സൊക്കെ ഇപ്പം ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സൊക്കെ വളരെ ഡിമാൻഡിങ്. കാര്യം കുട്ടികളെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ആവശ്യമാണ്. അപ്പോൾ അതൊരു ഡിമാൻഡ് ഫാക്ടറാണ്. പിന്നെ ഹെൽത്ത് ഓഫ് കോഴ്സ് എപ്പോഴും മേജർലി അവർക്ക് ഇൻ ഡിമാൻഡാണ്. ഹെൽത്ത് കൂടാതെ അലീഡ് ഹെൽത്ത്സും പിന്നെ ഡോക്ടേഴ്സും അവർക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഡിമാൻഡിങ്ങിൽ പോകും. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ PR കൊടുക്കുമ്പോൾ നോർമലി കേൾക്കുന്ന ഒരു എന്താണ് ഇപ്പം നമുക്ക് PR ലേറ്റ് ആവുന്നുണ്ട്, ഡിലേ ആവുന്നുണ്ട്, അല്ലെങ്കിൽ റെഫ്യൂസ് ആവുന്നുണ്ട്, ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? അത് ആക്ച്വലി കുറേ റീസൺസ് ഇതേപോലെ വരും. ഇപ്പം നമ്മൾ ഇൻകറക്റ്റ്ലി പോയിൻറ്റ്സ് കാൽക്കുലേഷൻ, നമ്മൾ ആക്ച്വലി ഒരു പോയിൻറ്റ് ബേസ് സിസ്റ്റമാണ് നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിലിപ്പോൾ നമ്മൾ ഇൻകറക്റ്റ്ലി നമ്മുടെ പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ബേസിക് ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നത് സ്വന്തമായിട്ട് ചെയ്യുന്നവരും ഉണ്ടാവും, അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളിപ്പം ഏതെങ്കിലും ഒരു കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ ഏജൻറ്റ് വഴി ചെയ്യുന്നവരുണ്ടാവും. സ്വന്തമായിട്ട് ചെയ്യുന്നതിന് തമ്മിലുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ടെക്നിക്കൽ നോളജ് കുറവായിരിക്കും. ഇതെങ്ങനെ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ടെക്നിക്കൽ നോളജ് ഉണ്ട്. അത് കുറവുള്ള ആൾക്കാർക്ക് ചിലപ്പം നമ്മളിപ്പം ക്വാളിഫിക്കേഷന് മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടാവും, അതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻറ്റ്സ് ഇൻക്രീസ് ആവുമെങ്കിലും അത് നമ്മളുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ അതോറിറ്റി സ്പെസിഫിക്കലി പറയുന്നുണ്ട് ആഫ്റ്റർ ക്വാളിഫിക്കേഷൻ ഉള്ള എംപ്ലോയ്മെൻറ്റ്സിന് മാത്രമാണ് നമുക്ക് പോയിൻറ്റ്സ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. സോ അങ്ങനെ നമ്മൾ റോങ്ലി പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മൾ ഈവൻ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയാൽ പോലും നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ അറിയാതെ നമ്മൾ ഇത്ര എമൗണ്ട് കൊടുത്ത് നമ്മൾ വിസ സബ്മിറ്റ് ചെയ്താലും നമുക്ക് വിസ റെഫ്യൂസൽ വരാം. ഓക്കെ,
അതൊരു ബിഗ്ഗസ്റ്റ് റീസണാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വേറെ ഒരു ലൈക്ക് റിഫ്യൂസൽസ് വരാൻ വേറെയും കുറേ റീസൺസുകളുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം പക്കയായിട്ട് പോയി, പക്ഷേ എനിക്കൊരു വലിയൊരു മേജർ കേസ് ഉണ്ടായിരുന്നു. മേ ബി ഞാൻ ഇന്ത്യയിലായിരുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും വലിയൊരു കേസിൽ ഞാൻ ഇംപ്രിസൺമെൻറ്റ് നേരിട്ടിട്ടുണ്ട്. സോ അങ്ങനെ എനിക്കൊരു എല്ലാവിടെ നമ്മൾ എവിടെയൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ടോ അവിടെ നമ്മൾ 12 monthsോളം സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ നിന്ന് PCC കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അങ്ങനെ PCC നമ്മൾ കൊണ്ടുവരുന്ന കൺട്രി, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ ഇംപ്രിസൺമെൻറ്റ് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ്. ഐ മീൻ ഹെൽത്ത് അല്ല, എൻ്റെ ഒരു ലൈക്ക് ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. സോ ആ കേസിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ PCC കൊടുക്കുമ്പോൾ ഇതവിടെ മെൻഷൻ ചെയ്യും. അപ്പോൾ എൻ്റെ വിസ റിഫ്യൂസൽ ആവും. ബിക്കോസ് അത്രയും ഞാനൊരു വലിയ കേസിൽ ഇംപ്രിസൺമെൻറ്റ് നേരിട്ട ഒരാൾക്ക് ഒരിക്കലും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വിസ കൊടുക്കില്ല. ഇതൊക്കെ ഒരു മേജർ ആയിട്ടുള്ളൊരു ഫാക്ടേഴ്സാണ് നമുക്ക് വിസ റിഫ്യൂസലോ വിസ ഡിലേ വരാനോ ഉള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യാറുണ്ടല്ലോ, അപ്പം PR-ന് ഈ ഒരു സ്കിൽ അസസ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പ് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ്? സോ ആക്ച്വലി PR-ൻ്റെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പാണ് സ്കിൽ അസസ്മെൻറ്റ് എന്നുള്ളത്. സ്കിൽ അസസ്മെൻറ്റ് ഒരു പോസിറ്റീവ് ആയാൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്സിലോട്ട് നമുക്ക് PR-ന് പോകാൻ പറ്റുള്ളൂ. സ്കിൽ അസസ്മെൻറ്റ് എന്ന് പറയുന്ന ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പഠിച്ചത് അല്ലെങ്കിൽ നമ്മൾ എന്തായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഈ രണ്ടിനും ബേസ് ചെയ്തിട്ട് നമ്മുടെ സ്കില്ല് നമ്മൾ അതോറിറ്റി നമ്മൾ ഏത് അതോറിറ്റിയിലാണ് വരുന്നത് അത് വെച്ചിട്ട് നമ്മളൊരു പോസിറ്റീവ് ഔട്ട്കം വാങ്ങിക്കണം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാനിപ്പോൾ ഒരു നഴ്സാണ്, എനിക്ക് മിനിമം എമൗണ്ട് ഓഫ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള നഴ്സാണ്, രജിസ്റ്റേർഡ് നഴ്സ് ആണെങ്കിൽ എനിക്ക് ആഫ്റ്റർ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ആൻമാക്കിലാണ് സ്കിൽ അസസ്മെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ സ്കിൽ അസസ്മെൻറ്റ് എനിക്ക് പോസിറ്റീവ് ആയാൽ മാത്രമാണ് എനിക്ക് EOI സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് അതേപോലെ തന്നെ ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ് നമുക്കൊരു നമ്മുടെ വിസ പ്രോസസ്സ് അല്ലെങ്കിൽ PR പ്രോസസ്സിന് ഏറ്റവും ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ് സ്കിൽ അസസ്മെൻറ്റ് എടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇപ്പം നമുക്ക് കോമൺലി എല്ലാവരുടെ ഇടയിലും വരുന്ന ഒരു ഡൗട്ടാണ്, നമുക്കിപ്പം PR കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് ജോലി കിട്ടുമോ അല്ലെങ്കിൽ നമുക്ക് ജോബ് നോക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അപ്പം അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആക്ച്വലി PR ഒരിക്കലും നമുക്കൊരു ജോബ് ഗ്യാരൻറ്റീഡ് അല്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് ഇല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഓസ്ട്രേലിയ നിന്നാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ ചെന്ന ശേഷം നമ്മുടെ ലൈക്ക് അതർവൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇവിടെ നിന്നേ നമുക്ക് ജോബ് പോർട്ടൽ വഴിയോ വേറെ ഏതെങ്കിലും വഴിയോ ജോബ് അന്വേഷിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന ശേഷം ജോബ് ഫൈൻഡ് ചെയ്യേണ്ടതായിട്ടാണ് ഉള്ളത്. ഒരിക്കലും PR ജോബ് ഗ്യാരൻറ്റീഡ് അല്ല, ജോബ് ഫൈൻഡ് ചെയ്യാനുള്ളൊരു ഹെൽപ്ഫുൾ ടാസ്ക് പോലും അല്ല. നമുക്ക് അവിടെ ചെന്ന ശേഷം നമുക്ക് കണ്ടുപിടിക്കാം. ബിക്കോസ് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PR കിട്ടുമ്പോൾ ഒന്നും കൂടി ഈസിയാണ്, നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുമല്ലോ. ഓസ്ട്രേലിയയിൽ ചെന്ന് ഇന്നപോലെ നമുക്ക് PR ഉണ്ട്, അപ്പോൾ എംപ്ലോയർ ആണെങ്കിലും സ്പോൺസർഷിപ്പ് ഇല്ലാതെ നമുക്ക് ജോലി കിട്ടാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്നും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് PR വെച്ചിട്ട് പോകുമ്പോൾ. അതർവൈസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്കിൽ അസസ്മെൻറ്റ് കഴിഞ്ഞ ശേഷം അത് വെച്ചിട്ട് നമുക്ക് ലൈക്ക് ജോബ് പോർട്ടൽസിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമുക്ക് എൻക്വയറി ഇടാം. അപ്പം ചില വില്ലിങ്സ് ആയിട്ടുള്ള എംപ്ലോയറൊക്കെ നമുക്ക് ചിലപ്പോൾ സ്പോൺസർഷിപ്പ്, ഈ ഹെൽത്ത് കെയറിലും നഴ്സസിനൊക്കെ ഒരുപാട് സ്പോൺസർഷിപ്പ് ആഫ്റ്റർ ഡൂയിങ് ദർ ആൻമാക്ക് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് പാരലലി PR പ്രോസസ്സ് ചെന്ന ശേഷം ഓസ്ട്രേലിയ ചെന്ന ശേഷം ഓൺഷോർ ആപ്ലിക്കൻ്റ് ആയിട്ട് PR പ്രോസസ്സ് പാരലലി അവർക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അതൊരു ഈസി ടാസ്ക്കാണ് അത് ആക്ച്വലി. പിന്നെ നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് ഒരു ഏജ് ലിമിറ്റ് പറയുന്നുണ്ടോ ഈ PR-ലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് പോയിന്റ്സിനെ ബാധിക്കുന്നുണ്ടോ, നമ്മുടെ ഒരു ഏജ് കൺസേൺ വരുന്നുണ്ടോ? അങ്ങനെ ഓക്കെ, ടിൽ 45 ഇയേഴ്സ് വരെയാണ് നമുക്ക് PR-ന് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. 45 ഇയേഴ്സ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PR ആപ്ലിക്കേഷൻ ലോഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല. പോയിൻറ്റ്സിന് അത് ലൈക്ക് നല്ലോണം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ഏജ് ഗ്രൂപ്പിനും ഡിഫറെൻറ്റ് പോയിൻ്റ് അലോക്കേഷനാണ് നമ്മൾ ഗവൺമെൻറ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ 65 മിനിമം കട്ടൗട്ട് നമ്മൾ ആ ഒരു ബേസിസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏജ്, അതേപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്മുടെ എക്സ്പീരിയൻസ് ഇൻസൈഡ് ഓസ്ട്രേലിയ അതേപോലെ ഔട്ട്സൈഡ് ഓസ്ട്രേലിയ, പിന്നെ പാർട്ട്ണർ ഉണ്ടെങ്കിൽ പാർട്ട്ണറിൻ്റെ സ്കില്ലും ഇംഗ്ലീഷും, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ സിംഗിൾ ആപ്ലിക്കൻ്റ് ആണെങ്കിൽ അങ്ങനെ പോയിൻറ്റ്സ്, അങ്ങനെ ഇതേപോലെ ഡിഫറെൻറ്റ് ഓരോ കാറ്റഗറിയിൽ നിന്നാണ് നമ്മൾ ഈ പോയിൻറ്റ്സ് അലോക്കേറ്റ് ചെയ്ത് പോകുന്നത്.